Hello guys, welcome back to our YouTube channel. It's me Surya. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി എന്നെ ഒരുപാട് ഹേർട്ടായ അല്ലെങ്കിൽ ഫീൽ ചെയ്ത ഒരു വീഡിയോ ഒരു അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ കുറച്ച് പേർക്ക് കണ്ണാപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതെന്ത് വീഡിയോ ആണ് അന്നൊരു അങ്ങനെയുള്ള ഒരു മൈൻഡിലാണ് ചിലവർക്ക് ആയിക്കോട്ടെ. പക്ഷേ അത് നേരിട്ട് എൻ്റെ അടുത്ത് പറയുക അല്ലെങ്കിൽ എൻ്റെ എന്താണ് ആ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒരു വീഡിയോയിൽ പോലും കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടില്ല. ഞങ്ങളതിനെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ പറയുക, നിൻ്റെ വീഡിയോ എന്താ ഇതിലിപ്പോൾ കാണാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണാപ്പി വീഡിയോസ്, അല്ലെങ്കിൽ എന്താണ് ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ, അല്ലെങ്കിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. ശരിയാണ്, എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല, ഞാൻ അത് എൻ്റെ തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട്, അത് എൻ്റെ തെറ്റാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ട്, വേറെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. കാരണം എനിക്ക് മൈക്കില്ല, ഞാൻ അത്രയ്ക്കൊന്നും പ്രോ ആയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നിങ്ങൾ എന്താ നിങ്ങൾ എല്ലാവരെയും അല്ല ഞാൻ പറയും, ഈ ചെയ്ത മഹത് വ്യക്തികൾക്ക് വേണ്ടി പറയണം. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോനെ റിപ്പോർട്ട് അടിച്ചിരിക്കുക. ആദ്യമേ എൻ്റെ ഫോണ് എൻ്റെ ഫോൺ എടുത്ത് ഡിലീറ്റ് ചെയ്തിരിക്കുക, അതിൽ റിപ്പോർട്ട് അടിച്ചിരിക്കുക. സംഭവം 2 വീഡിയോ എൻ്റെ അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മഹത് വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫോണാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ചാനലാണ്. അപ്പം ഞാൻ തീരുമാനിക്കും എന്ത് വീഡിയോ ഇടണം, എപ്പോൾ വീഡിയോ ഇടണം, എങ്ങനെ വീഡിയോ ഇടണം എന്ന്. അപ്പോൾ പിന്നെ ചിലർക്ക് എൻ്റെ വീട് ചെറുതാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് ടോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട് ചെറുതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടവർക്കറിയാം ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓടി വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ 2 നില വീട്ടിലോ അല്ലെങ്കിൽ എന്താണ് 10 നിലയുള്ള ഫ്ലാറ്റിലോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ അച്ഛൻ അമ്പാനിയോ, ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണെന്നെയാണ്. അതിലിപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ കൊടുക്കും ഇവിടെ ആര് വലിയ യൂട്യൂബറാണെന്നൊക്കെ വിചാരിക്കും. ഞാൻ വലിയ യൂട്യൂബർ അല്ലെങ്കിലും ഞാൻ ചെറിയ തോതിലെങ്കിലും വീഡിയോ ഇടുന്നത്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ, എൻ്റെ വീഡിയോ കാണാൻ പറ്റാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാതെ ഇങ്ങനെ ഈ ബാഡ് പരിപാടിക്ക് നിൽക്കേണ്ട എന്നാണ് പറയാൻ എനിക്കുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത്രയും എനിക്കത് എന്താ പറയുക, എനിക്ക് അത്രയും ഫീലായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഇപ്പം നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടിയിട്ട് വേണം എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ, അങ്ങനെയൊരു സിറ്റുവേഷൻ ഒന്നും അല്ല എൻ്റെ വീട്ടിൽ. പിന്നെന്താ, ഇപ്പം നിങ്ങൾ വിചാരിക്കണം പിന്നെ ഇവിടെ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വെറുതെ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഒരു ആഗ്രഹം, അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുക വെച്ചാൽ എൻ്റെ വീഡിയോ, അതായത് എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതായത് എൻ്റെ വീഡിയോ കാണുന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇങ്ങനെ കണ്ണാപ്പി തരവണം അങ്ങനെയുള്ളവർ കാണല്ല, സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ എന്നേ പറയാനുള്ളൂ. ശരിക്കും ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത റിപ്പോർട്ട് അടിച്ച മഹത് വ്യക്തികൾക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണ്. താങ്ക് യു.